ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജീരകം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൈലാഞ്ചി കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 8 ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇനി 8 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലുള്ള എന്തെങ്കിലും ഒരു പാത്രമാണ് കേട്ടോ, ടിന്നോ പഴയ കുക്കറോ ഒക്കെ ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ പഴയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മുമ്പൊക്കെ ഉണ്ടാക്കിയതിനാലാണ് കേട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കാം. അരുവിലൂടെയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അരുവിലൂടെ ഇട്ട് കൊടുത്തത് നടുവൊക്കെ ഒന്ന് അയക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം കേട്ടോ. നടുവിലൊന്ന് ഒഴിവ് ഇടണേ. നമുക്കിഞ്ഞൊരു ബൗൾ അതിലേക്ക് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നടുവിൽ ഒഴിവ് ഇടണത്. ബൗളോ ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. ഞാനിവിടെ ചെറിയൊരു ബൗളാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എത്ര വെള്ളം വേണമെങ്കിലും എടുക്കുക. വെള്ളത്തിനനുസരിച്ച് നമ്മൾ അതിൽ അടിയിൽ കിട്ടുന്ന വെള്ളം കൂടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടുപ്പിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഗ്യാസിന്മേൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ പാത്രം നല്ല അടിക്ക് പിടിച്ചതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പിൽ പെട്ടെന്ന് ചൂടായി കിട്ടുള്ളൂ കരുതിയിട്ടാട്ടോ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ഇതിന് മുകളിലുള്ള വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച ശേഷം അപ്പം തന്നെ അത് തുറന്ന് നോക്കി എടുക്കാൻ നിൽക്കരുത്. അതൊന്ന് ചൂടാറിയതിന് ശേഷം വേണ്ടിട്ട് എടുക്കാൻ. എന്നാൽ അതിൽ കുറച്ചും കൂടി വെള്ളം കൂടുതൽ കിട്ടിക്കോളും. ഇപ്പോൾ നന്നായി വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഉണ്ടാക്കാനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു ബൗളിൽ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മതി ഇപ്പോൾ നമുക്ക് കയ്യിലിടാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചായിരുന്നു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നില്ല കേട്ടോ. ഇനി ഞാൻ മൈദ ഇട്ട് മിക്സ് ചെയ്യാട്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പിന്നെ മൈദ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഇട്ട് കൊടുത്താണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ഇട്ട് രാവിലെ ഊരിക്കളയുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമുക്ക് കൂടുതൽ ടൈം ഇത് കയ്യിൽ വെച്ചിരിക്കാൻ പറ്റുമല്ലോ. രാത്രി കൂടുതൽ ജോലിയൊന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെ നമ്മൾ ഉറങ്ങി കിടക്കാമല്ലോ. അപ്പോൾ നമുക്ക് നന്നായി ചുവന്ന് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാ വിരലിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ ഇതിൻ്റെ റിസൾട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി ചുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം ഇട്ടതാണ് കേട്ടോ ഈ കാണുന്നത്. ശരിക്കും ഇത് ഒരു പ്രാവശ്യം ഇട്ടാൽ തന്നെ നല്ല കളർ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഡാർക്ക് കളർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് 2 പ്രാവശ്യം ഇട്ടത്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.